എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ആതിര. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ശാസ്ത്രീയ പശ്ചാത്തലമുള്ള മാസമാണ് കർക്കിടകവും കർക്കിടകത്തിലെ ആചാരങ്ങളും എന്ന് പറയുന്നത്. ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് പ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ഇതിനായി ആയുർവേദം ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് കർക്കിടക കഞ്ഞി, മുക്കുടി സേവ, ദശപുഷ്പം ചൂടൽ, കർക്കിടക തേങ്ങ, കർക്കിടകത്തിലെ ലേഹ്യം അല്ലെങ്കിൽ കഷായ സേവനങ്ങൾ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിലെ തന്നെ മുക്കുടി സേവയെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ സംസാരിക്കുന്നത്. കർക്കിടക കഞ്ഞിയെപ്പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് മുക്കുടി സേവ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ തദ്ദേശീയമായിട്ടുള്ള ഒന്നാണ് ഈ മുക്കുടി എന്ന് പറയുന്നത്. പല വിവിധ തരത്തിലുള്ള ഔഷധ സസ്യങ്ങളും ഔഷധപ്പൊടികളും മോരിൽ സംസ്കരിച്ച് രാവിലെ വെറും വയറ്റിൽ സേവിക്കുന്നതിനെയാണ് നമ്മൾ മുക്കുടി സേവ എന്ന് പറയുന്നത്. ഇതൊരു നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഡിറ്റോക്സിഫൈങ് പ്രൊസീജിയറായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതായത് ഒരു മരുന്നിൻ്റെയും നമ്മുടെ ആഹാരത്തിൻ്റെയും തന്നെ ഒരു കോമ്പിനേഷൻ, അതായത് ഒരു ഡയറ്റ് തെറാപ്പിക്ക് തന്നെ ഒരു ഉദാഹരണമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അതായത് പലതരത്തിലുള്ള കാർമിനേറ്റീവ്സ് ആയിട്ടുള്ള പൊടികളും നമ്മുടെ സസ്യത്തിൻ്റെ നീരുകളും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മുക്കുടി തയ്യാറാക്കുന്നത്. കർക്കിടക കഞ്ഞി കുടിക്കുന്നതിന് ഒരു 3-4 ദിവസം മുൻപാണ് നമ്മൾ മുക്കുടി സേവിക്കുന്നത്. പലതരത്തിലുള്ള നമ്മുടെ വയറ്റിലെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഈ മുക്കുടി സഹായിക്കുന്നതാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ പലതരം രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ആദ്യം അതിൻ്റെ കാരണം ഉത്ഭവിക്കുന്നത് നമ്മുടെ വയറ്റിലെ പ്രശ്നങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിലെ പ്രശ്നങ്ങളെ നേരെയാക്കി, നമ്മുടെ ദഹന പ്രക്രിയകൾ നേരെയാക്കി നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഈ മുക്കുടി എന്ന് പറയുന്നത്. കേരളത്തിൽ പല വിവിധ സ്ഥലങ്ങളിൽ പല രീതിയിലും മുക്കുടി തയ്യാറാക്കാറുണ്ട്. മോര് കാച്ചിയും മോര് കാച്ചാതെയും ഒക്കെ തന്നെ മുക്കുടി ഉപയോഗിക്കാറുണ്ട്. അപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മുക്കുടി നമുക്കിന്നിവിടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പല ആയുർവേദത്തിൻ്റെ തന്നെ ക്ലാസിക്കൽ ടെക്സ്റ്റായ ചികിത്സാ മഞ്ജരി എന്ന് പറയുന്ന ബുക്കിലാണ് നമ്മൾ മുക്കുടിയെക്കുറിച്ചുള്ള കൂടുതൽ റെഫറൻസുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. പല രോഗാവസ്ഥയ്ക്കും പല ഔഷധങ്ങളിട്ടിട്ടുള്ള മുക്കുടികൾ പറയുന്നുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മുക്കുടി ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അതായത് മുക്കുടി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ദശപുഷ്പങ്ങൾ. അത് 1-2 തണ്ട് വീതം എടുക്കാവുന്നതാണ്. ഇനി ദശപുഷ്പങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ദശപുഷ്പങ്ങൾ ഉപയോഗിക്കാം. ഇനി ദശപുഷ്പങ്ങളെ നിങ്ങൾക്ക് ലഭ്യമല്ല എങ്കിൽ തുളസിയില 4-5 തുളസിയില, അതുപോലെ തന്നെ പനിക്കൂർക്കയില 3-4 ഇതൾ എടുക്കാം. കറിവേപ്പില 2 തണ്ട്, ഇനി പുളിയാറില അല്ലെങ്കിൽ കുടങ്ങലില, ഇതും നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ മാത്രം എടുക്കാം. ഇതിൻ്റെ എല്ലാം നീര് ഇടിച്ച് പിഴിഞ്ഞ് നീരെടുക്കുക. ഇനി ഇതുകൂടാതെ മഞ്ഞൾപ്പൊടി ഒരു 2 നുള്ള്, ഉലുവ വറുത്ത് പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ, ഇന്ദുപ്പ് ആവശ്യത്തിന് നിങ്ങൾക്ക് എടുക്കാം. ഇതുകൂടാതെ ജീരകം വറുത്ത് പൊടിച്ചത് 2 നുള്ള്, അതുപോലെ തന്നെ അയമോദകം വറുത്ത് പൊടിച്ചത് 1 നുള്ള്, കുരുമുളക് വറുത്ത് പൊടിച്ചത് 1 നുള്ള്. ഇത്രയും ഈ ഇടിച്ചു പിഴിഞ്ഞ നീരും ഈ പൊടികളും മോരിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് ഒരു 200 ml മോര് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അധികം പുളിയില്ലാത്ത മോരായിരിക്കണം ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. 200 ml മോരിലേക്ക് ഇടിച്ചു പിഴിഞ്ഞ നീരും ഈ പൊടികളും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ നിങ്ങൾക്ക് സേവിക്കാവുന്നതാണ്. ഒരാളുടെ വെയ്റ്റും അതുപോലെ തന്നെ ദഹന ശക്തിക്കും അനുസരിച്ച് നമുക്ക് ഈ ഡോസ് ക്രമീകരിക്കാവുന്നതാണ്. ശരിക്കും ഒരു നല്ല ഒരു ഡീറ്റോക്സിഫയിങ് ആയിട്ടുള്ള ഒരു മെഡിസിനാണിത്. നമ്മുടെ വയറിലെ എല്ലാ പ്രശ്നങ്ങൾക്കും
ഒരു ഉത്തമ പരിഹാരമായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കർക്കിടക മാസത്തിൽ തന്നെ ഇത് കുടിക്കണം എന്നൊന്നില്ല. എപ്പോൾ വയറിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ദഹനം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് ഈ മുക്കുടി നിങ്ങളുടെ അസുഖത്തിന് അനുസരിച്ച് നിങ്ങൾക്ക് ക്രമീകരിച്ച് ഇതിലുള്ള ഔഷധങ്ങൾ ക്രമീകരിച്ച് അതിൻ്റെ ഡോസ് ക്രമീകരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് മുക്കുടി സേവ. ഒരു സാധാരണഗതിയിലുള്ള ഒരാൾക്ക് 3 ദിവസം വരെ മുക്കുടി ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും വയറിനൊക്കെ വളരെയധികം അൾസറോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ പോലെയുള്ള ഒരാൾ ഒരു വൈദ്യനിർദ്ദേശപ്രകാരം മാത്രം ഇതിൻ്റെ ഡോസും ഇതിൻ്റെ ഔഷധങ്ങളും ക്രമീകരിച്ച് കഴിക്കുക. അപ്പം മുക്കുടി അല്ലെങ്കിൽ മുക്കുടി സേവ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ മോരിൽ ഔഷധ സസ്യങ്ങളും ഔഷധപ്പൊടികളും സംസ്കരിച്ച് രാവിലെ വെറും വയറ്റിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കോമൺ ആയിട്ടുള്ള മുക്കുടി എന്താണെന്ന് ഞാനിവിടെ പറഞ്ഞു. കർക്കിടക കഞ്ഞി കുടിക്കുന്നതിന് 3-4 ദിവസം മുമ്പ് നമുക്കിത് ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് കർക്കിടക കഞ്ഞി ഉറപ്പായിട്ടും കുടിക്കണം എന്നില്ല. നിങ്ങൾക്ക് കർക്കിടക കഞ്ഞി കുടിക്കാതെ തന്നെ മുക്കുടി കഴിക്കാവുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് മുക്കുടിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. മുക്കുടിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. കർക്കിടകത്തിലെ മറ്റ് ആചാരങ്ങളും ഔഷധ സേവനങ്ങളുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.